ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വിചിത്ര ലോകം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി കാണാം. അതിനുവേണ്ടി ആദ്യം അരക്കപ്പ് ഉഴുന്ന്, അരക്കപ്പ് ചുവന്ന പരിപ്പ്, അരക്കപ്പ് ചെറുപയർ, അരക്കപ്പ് മുതിര, അരക്കപ്പ് കടലപ്പരിപ്പ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും ഒരു 8-9 വറ്റൽമുളകും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാൻ വേണ്ടി 4 മണിക്കൂർ വെള്ളമൊഴിച്ച് മാറ്റിവെക്കാം. 4 മണിക്കൂറിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു ചേർക്കുക. ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് കായപ്പൊടിയും ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാറ്ററിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുകയും വേണം. 2-3 മണിക്കൂർ വച്ചതിന് ശേഷം ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. തവ ചൂടായതിന് ശേഷം ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ രുചി കൂട്ടാൻ നെയ്യോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ശേഷം 2-3 മിനിറ്റ് ഇതിനെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ദോശയായി ചുട്ടെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം. ഇങ്ങനെയുള്ള ഹെൽത്തി റെസിപ്പി ഇഷ്ടമുള്ളവർ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.